സമാധാനപൂർണമായ ഒരു ജീവിതം മനുഷ്യന് ലഭിക്കുന്നത് അവൻ താമസിക്കുന്ന ഭവനം, അവൻ്റെ ഭവനം സമാധാനപൂർണമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ്. ഒരു ഭവനത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് എപ്പോഴാണ്? അവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഫർണിച്ചറുകളുടെയോ അകത്ത് ചെയ്തിട്ടുള്ള പ്രത്യേകമായ അലങ്കാരങ്ങളുടെയോ മികവ് കൊണ്ടോ മോടി കൊണ്ടോ അല്ല, മറിച്ച് അവിടെ താമസിക്കുന്ന ആളുകളുടെ മാനസികമായ നിലവാരം എത്രയുണ്ട്, അവരുടെ മാനസികമായ അവസ്ഥ എന്ത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഒരു ഭവനാന്തരീക്ഷം സമാധാനപൂർണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്ന ഭവനം സമാധാനപൂർണമായി തീരുവാൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് സമാധാനപൂർണമായ ഒരു ദാമ്പത്യ ജീവിതത്തിൽ തുടങ്ങണം എന്നുള്ളതാണ്. ദമ്പതികൾക്കിടയിൽ സമാധാനപൂർണമായ ഒരവസ്ഥ നിലനിൽക്കൽ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഓരോരുത്തരോടും പറഞ്ഞത് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ്, അവൻ തരുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. എന്തിനാണത്? ലിതസ്കുനൂ ഇലൈഹ, അവളിൽ ആശ്വാസം കണ്ടെത്തുവാൻ, അവളോട് ഇണങ്ങിച്ചേരുവാൻ, അവളിൽ സമാധാനം കണ്ടെത്തുവാൻ. മാത്രമല്ല വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവും നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ, ഒരു ഗൃഹാന്തരീക്ഷത്തിൽ കൃത്യമായും നിലനിൽക്കേണ്ടത്. നാം ആലോചിക്കുക, എങ്ങനെയാണിത് സംഭവിക്കുന്നത്? പരസ്പരം അറിയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസികമായ വിശാലതയാണ് ദമ്പതികൾക്ക് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. പരസ്പരം അറിയാൻ കഴിയണം, പരസ്പരം വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ അറിഞ്ഞ് പെരുമാറുവാനും ഇഷ്ടമറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനും ദമ്പതികൾക്ക് സാധിക്കണം. ആരും ആരെയും ഭരിക്കുന്ന, അതല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത, കടിച്ചു കീറുന്ന പ്രകൃതമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചത്. ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? തൻ്റെ കുടുംബത്തോട്, തൻ്റെ ഇണയോട്, തൻ്റെ പാതിയോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുന്നവനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓരോരുത്തരും വിട്ടുവീഴ്ചയുടെയും ആ രൂപത്തിലുള്ള സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യേകമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകണം. അതിലൂടെയാണ് വീടകം സമാധാനപൂർണമായി മാറുക. അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ഭവനത്തിൽ ഭാര്യ ഭർത്താക്കൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, പരസ്പരം സ്നേഹത്തോടെ, കാരുണ്യത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, അവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ യഥാർത്ഥമായ നിലക്കുള്ള ഇസ്ലാമികമായ ശിക്ഷണത്തിൽ വളർത്തുവാൻ അവർ രണ്ടുപേരും പരിശ്രമിക്കേണ്ടതുണ്ട്. മാതാവിന്റെ ഭാഗത്തുനിന്ന് മാത്രമോ പിതാവിന്റെ ഭാഗത്തുനിന്നോ മാത്രമായിരിക്കരുത്. രണ്ടു പേർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. രണ്ടു പേരും ശ്രദ്ധയോടുകൂടി തൻ്റെ മക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവർക്ക് ഇസ്ലാമികമായ ശിക്ഷണങ്ങൾ നൽകേണ്ട കാലത്ത് അത് നൽകേണ്ടതുണ്ട്. കേവലം കൊഞ്ചിക്കൊണ്ടുള്ള വളർത്തലുകളല്ല. ശാസിക്കേണ്ടിടത്ത് ശാസിക്കേണ്ടി വരും, അല്പം തല്ലേണ്ടിടത്ത് തല്ല് കൊടുക്കേണ്ടി വരും. ശിക്ഷണങ്ങളും ഉപദേശങ്ങളും കൃത്യമായി തന്നെ നൽകേണ്ടി വരും. ആ നിലക്കുള്ള ഒരു തർബിയത്ത് ഭവനാന്തരീക്ഷത്തിൽ ഉണ്ടാകണം. അങ്ങനെ അവർ നല്ലവരായി വളരുമ്പോൾ ആ മക്കളിൽ നിന്ന് കൺകുളിർമ രക്ഷിതാക്കൾക്ക് ലഭിക്കുവാൻ സാധിക്കണം. അങ്ങനെ വളർന്ന് സന്തോഷത്തോടെ ആ മക്കൾ മാതാപിതാക്കൾ ആരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, കടമകൾ നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നാൽ വീടിൽ സമാധാനം നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ.
എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് നിന്നോട് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് തരണേ അല്ലാ എന്ന് ആ മക്കൾ പ്രാർത്ഥിക്കും. അതോടൊപ്പം വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നീ തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന നല്ലവരായ സന്താനങ്ങളായി ഭവനങ്ങളിൽ ആ മക്കൾ വളരും. അതെപ്പോഴാണ്? മാതാപിതാക്കൾ ഒരുപോലെ ആ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ്. അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ അപകടങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളതും നാം മനസ്സിലാക്കുക. ഇങ്ങനെ അവരവർ നന്നാകുന്നതോടൊപ്പം അവരവരെ കണ്ടുകൊണ്ട് വളരുന്ന മക്കളെയും നന്നാക്കി അവർക്കും ആവശ്യമായ രൂപത്തിലുള്ള ശിക്ഷണങ്ങളും ശിക്ഷാരീതികളുമൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൃത്യമായി തന്നെ കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വീടകങ്ങളിൽ ഉള്ളതെങ്കിൽ അത് സമാധാനപൂർണമായിരിക്കും, ശാന്തസുന്ദരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് അല്ലാഹു കുടുംബം എന്ന യൂണിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനും പ്രയാസപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ സമാധാനം ലഭിക്കുന്ന കേന്ദ്രങ്ങളായിക്കൊണ്ടും റബ്ബ് അതുകൊണ്ടാണ് ഭവനങ്ങളെയും വീടുകളെയും നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെയും ഭവനങ്ങൾ ഉയരട്ടെ, വളരട്ടെ. അതിനു വേണ്ട പ്രവർത്തനങ്ങളായിരിക്കണം നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം താമസിക്കുന്ന ഭവനങ്ങൾ സമാധാനപൂർണമാകുവാനുള്ള 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമതായി ആ ഭവനത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബാംഗങ്ങൾക്കിടയിൽ തുറന്നു പറയലുകൾ എപ്പോഴും നടക്കണം എന്നുള്ളതാണ്. ഓരോരുത്തരും എപ്പോഴോ പൊട്ടിത്തെറിക്കുവാൻ പാകത്തിൽ നിൽക്കുന്ന, സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അഗ്നിപർവ്വതങ്ങളെ പോലെയുള്ള മനസ്സുകളുമായി വീടകങ്ങളിൽ കഴിയാൻ പാടില്ല. ഓരോ വീടുകളും ഓരോ കൗൺസിലിംഗ് കേന്ദ്രങ്ങളായിരിക്കണം. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഇണയോട് തുറന്നു പറയാൻ എനിക്കാവണം. എൻ്റെ ഇണയുടെ പ്രശ്നങ്ങൾ എന്നോട് തുറന്നു പറയാൻ അവർക്കാവണം. എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കളോട് പറയാൻ അവർക്കാവണം. നമ്മുടെ പ്രശ്നങ്ങൾ മക്കളുമായി കൂടിയിരുന്ന് ചർച്ച ചെയ്യുവാനാകണം. അങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയുവാനുള്ള ആശ്വാസത്തിന്റെ കേന്ദ്രമാണ് എൻ്റെ ഉപ്പയും ഉമ്മയും എന്ന് മക്കൾക്ക് ബോധ്യമാകണം. അത് തുറന്നു പറയുവാനുള്ള പ്രത്യേകമായ കേന്ദ്രം തന്നെയാണ് എൻ്റെ റബ്ബ് കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെന്നും എൻ്റെ ഭർത്താവെന്നും എൻ്റെ ഭാര്യ എന്നും കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം സാധിക്കണം. അതല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കാതെ സ്നേഹമുണ്ടെന്ന് ഉള്ളിൽ ഒതുക്കി വെച്ച് പുറമേ നിന്നുള്ള ആളുകളിലേക്കാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ ചതിക്കുഴികളാണ് നിറഞ്ഞു കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് പലപ്പോഴും ഒളിച്ചോട്ടങ്ങൾ നടന്നു പോകുന്നത്. അപ്പോഴാണ് പലപ്പോഴും കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകലുകളും പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകുന്നത്. അത്തരം ഭവനങ്ങൾ എത്ര തന്നെ മോടി പിടിപ്പിക്കപ്പെട്ട ഭവനങ്ങളായെങ്കിലും നരക തുല്യമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരസ്പരം കൂടിയിരുന്ന് മുശാവറ നടത്താൻ പറ്റാവുന്ന, പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റാവുന്ന, ചർച്ച ചെയ്യാൻ പറ്റാവുന്ന, തുറന്നു പറയുവാനും മനസ്സ് തുറക്കുവാനും പറ്റാവുന്ന ഒരന്തരീക്ഷം വീടുകളിൽ ഉണ്ടായിരിക്കണം. പുറമേ നിന്നുള്ള ബാഹ്യമായ ഇടപെടലുകളല്ല വേണ്ടത്. അവനവന്റെ വീടുകൾ തന്നെ ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായി മാറ്റുവാൻ ഓരോരുത്തർക്കും അതിന് സാധ്യമാകണം. ഇന്ന് ഒരുമിച്ചിരിക്കുവാൻ കഴിയാത്തവരാണ്, തിരക്ക് പിടിച്ച ജീവിതത്തിലാണ്. വീടിൻ്റെ അകത്താണെങ്കിലും ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ഓരോരുത്തരും അവരവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് തല താഴ്ത്തിപ്പിടിച്ച് അതിലേക്ക് മനസ്സ് ചുരുങ്ങുമ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ആരോട് പറയും? കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ആരോട് പറയും? അപ്പോൾ വീട്ടിൽ അതിന് അന്തരീക്ഷമില്ലെന്ന് കാണുമ്പോൾ പുറമേ നിന്നുള്ളവരോട് പങ്കുവെക്കാൻ തുടങ്ങും. അവിടെയാണ് സ്നേഹം. ഇവിടെ സ്നേഹമില്ല എന്ന തോന്നലുണ്ടാകും. അവിടെയാണ് അപകടങ്ങളും ചതിക്കുഴികളും ഏറിയേറി വരുന്നത്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ കൊണ്ടും കൊടുത്തും ഉപദേശങ്ങൾ നടത്തിയും ശാസിച്ചും തുറന്നു പറഞ്ഞുമൊക്കെയുള്ള ഒരു നല്ല അന്തരീക്ഷം നിലനിന്നാൽ
അതും ഗൃഹാന്തരീക്ഷം നല്ല നിലക്കുള്ള ഒരന്തരീക്ഷമായി തീരുവാൻ ആവശ്യമായ കാര്യങ്ങളാണ്. ഈ മൂന്നും നമ്മൾ പാലിക്കുക, റഹ്മാനായ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബാംഗങ്ങളായി മുന്നോട്ട് പോവുക. റബ്ബ് നമുക്ക് രണ്ട് ലോകത്തും സമാധാനം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഒരു ജീവിതം നൽകുന്ന ഒരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.